തിരുപ്പതിയിലെ മധുരമുള്ള ലഡുവിൽ രാഷ്ട്രീയ കയ്പ് ചേർത്തുള്ള ആന്ധ്രയിലെ പാർട്ടിപ്പോര് പരിധികളെല്ലാം ലംഘിച്ചാണ് ഒടുവിൽ സുപ്രീം കോടതിയുടെ മുന്നിലെത്തിയത്. കേസിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ കോടതി പ്രഖ്യാപിച്ചതോടെ ലഡുവിന്റെ രാഷ്ട്രീയ മാനങ്ങളാണ് ഇനിയുള്ള ചർച്ച. 3 ആഴ്ചയായി വലിയ വിവാദ കൊടുങ്കാറ്റാണ് ആന്ധ്ര രാഷ്ട്രീയത്തിൽ ലഡു സൃഷ്ടിച്ചത്. സുപ്രീം കോടതിയെ രാഷ്ട്രീയ യുദ്ധത്തിനുള്ള അംഗത്തട്ടാക്കരുതെന്ന് തിരുപ്പതി ലഡുവിലെ മൃഗക്കൊഴുപ്പ് വിവാദ കേസിൽ വാദം കേൾക്കുന്നതിനിടെ കോടതി വ്യക്തമാക്കി. രാഷ്ട്രീയ ഏറ്റുമുട്ടലിന് തയ്യാറായി TDPയും YSR കോൺഗ്രസും ഇറങ്ങിയതാണ് കോടതിയുടെ വിമർശനത്തിന് കാരണം. ലഡു വിവാദം രാജ്യമെമ്പാടുമുള്ള വിശ്വാസികളെ ബാധിക്കുന്ന വൈകാരിക വിഷയമാണെന്ന കാര്യത്തിൽ സുപ്രീം കോടതിയും മറുത്തൊന്നും പറഞ്ഞില്ല. പരസ്പരം നടത്തുന്ന തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടിൽ ആര് നേട്ടം കൊയ്താലും ജയിക്കുന്നത് വിശ്വാസം വെച്ചുള്ള രാഷ്ട്രീയ മുതലെടുപ്പാണ്. സെപ്റ്റംബർ ആദ്യവാരത്തിൽ TDP യോഗത്തിൽ ആന്ധ്ര മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു ലഡുവിൽ ആദ്യ വെടിപൊട്ടിച്ചു. സെപ്റ്റംബർ 18-ന് നേതാക്കൾ ലാബ് റിപ്പോർട്ട് പുറത്തുവിട്ടു. തിരുമല തിരുപ്പതി ക്ഷേത്രത്തിൽ വിതരണം ചെയ്യുന്ന ലഡുവിൽ മൃഗക്കൊഴുപ്പ് കലർന്നെന്ന വെളിപ്പെടുത്തൽ വലിയ പ്രകമ്പനം സൃഷ്ടിച്ചു. വിശ്വാസവും ആചാരവും രക്തത്തിൽ കലർന്ന ആന്ധ്രയിലെ ജനതയ്ക്കത് വലിയ വിഷയമായി മാറി. രാഷ്ട്രീയത്തിലും YSR കോൺഗ്രസ് ഭരണകാലത്ത് തിരുപ്പതി പ്രസാദത്തിൽ മൃഗക്കൊഴുപ്പ് കലർന്നെന്ന പ്രസ്താവന മുൻ മുഖ്യമന്ത്രി YS ജഗൻമോഹൻ റെഡ്ഡിയെ പ്രതിക്കൂട്ടിലാക്കി. വിവാദം കടുത്തതോടെ വാർത്താ സമ്മേളനം വിളിച്ച ജഗൻ വികാരപരമായ വാക്കുകളോടെ ഇത് നിഷേധിച്ചു. Right in front of their eyes, glaring evidence of Chandrababu Naidu misusing his power, bringing down the reputation of our temple, bringing down the reputation of our prasadams, intentionally lying for political gains, and yet that person is permitted to go scot-free. BJP does not do anything about it, and yet they say they are representatives of Hindutva. പന്നിക്കൊഴുപ്പ്, കാളക്കൊഴുപ്പ്, മത്സ്യെണ്ണയുടെ അംശം ഇതെല്ലാം നെയ്യിലുണ്ടെന്ന വാദം ഉയർന്നു. അഭ്യൂഹങ്ങൾ പ്രചരിച്ചു. വിശ്വാസം വ്രണപ്പെട്ടു. BJPയും മറ്റ് ഹിന്ദു സംഘടനകളും ഇത് ഏറ്റുപിടിച്ചു. പ്രതിഷേധമുയർന്നു. മഹാരാഷ്ട്രയിലും ഹരിയാനയിലും UPയിലും പ്രതിഷേധമെത്തി. ലഡുവിലെ മൃഗക്കൊഴുപ്പ് വിവാദം TDPയുടെയും NDAയുടെയും രാഷ്ട്രീയ തന്ത്രമാണെന്നും പ്രതിപക്ഷം വാദിച്ചു. വിശ്വാസ വിഷയമായതിനാൽ കോൺഗ്രസ് ഇടപെടാൻ മടിച്ചു. നെയ്യ് വിതരണം ചെയ്യുന്ന കമ്പനിയുടെ ലേലത്തിൽ മാറ്റം വരുത്താനുള്ള ഇടപെടലാണ് ഇതിന് പുറകിലെന്ന് പ്രതിപക്ഷവും വിമർശിച്ചു. എന്നാൽ നെയ്യിൽ മത്സ്യ എണ്ണയോ മൃഗക്കൊഴുപ്പോ കലർന്നിരിക്കാൻ ഇടയില്ലെന്നും ഈ രംഗത്തെ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. വനസ്പതി നെയ്യിൽ അടങ്ങിയിരിക്കുന്നതിനാൽ ചില മൂല്യങ്ങളുടെ പരിശോധന ഫലം മാത്രമാകും ഇത്. TDP ഉന്നയിച്ച റിപ്പോർട്ടിൽ 5 ഇക്വേഷനുകളുണ്ട്. അതിൻ്റെ ആകെ പരിശോധന മൂല്യമായ S വാല്യൂ ഓരോ പരിശോധനയിലും വ്യത്യാസപ്പെട്ടേക്കാം. അതിനനുസരിച്ച് കൊഴുപ്പിൻ്റെ അംശവും മാറാം. സോയാബീൻ, സൂര്യകാന്തി, ഒലീവ്, വെളിച്ചെണ്ണ തുടങ്ങിയ ഏതിലും S വാല്യൂ മാറാം. അതുകൊണ്ട് മൃഗക്കൊഴുപ്പാണെന്ന് മാത്രം ആരോപിക്കുന്നത് രാഷ്ട്രീയ വൈരം കൊണ്ടാകാം എന്ന വാദവും പ്രതിപക്ഷം ഉയർത്തുന്നു. ഏതായാലും ഒടുക്കം സുപ്രീം കോടതിയുടെ ഇടപെടലുണ്ട്. CBI ഉദ്യോഗസ്ഥരുടെ മേൽനോട്ടത്തിൽ പ്രത്യേക അന്വേഷണ സംഘം കേസ് ഏറ്റെടുക്കുന്നു. 2 CBI ഉദ്യോഗസ്ഥരും ആന്ധ്ര പോലീസും ഫുഡ് സേഫ്റ്റിയിലെ ഉദ്യോഗസ്ഥരും ഇനി ഉൾപ്പെടും. ലഡു വിവാദത്തിൻ്റെ രാഷ്ട്രീയ അലയൊലി എന്താണെങ്കിൽ തന്നെയും ഒരു മധുര പലഹാരം രാജ്യത്ത് പുതിയ കലാപം ഉണ്ടാക്കാതിരിക്കട്ടെ. നാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.